എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. അതെന്റെ ഒരു അവകാശമാണ്. മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒരു ആവശ്യമില്ല. ഇയാളോട് നന്ദി പറയാൻ ഇയാൾ എന്ത് കാര്യമാണ് ചെയ്തത്? ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. അമ്മ ഇതിൽ കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എൻ്റെ അറിവിലില്ല. ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? ഞാനും എന്റെ കുടുംബവും. രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. പി ശശി വിപ്ലവ സിംഹം. എന്ത് പറ്റി? ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? നിന്നെ പോലത്തെ 10-200 നിലക്ക് നിർത്തുന്ന എന്നെ ബഹുമാനിക്കാത്ത ഓരോരുത്തർ നീയാ ഇവിടെ. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ഈ നാട്ടുകാർക്ക് ഇത്രയും നാൾ ലഭിക്കാതെ പോയ സാമ്പത്തിക സേവനങ്ങൾ ഇവരാൽ തരപ്പെടട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഞാൻ വന്ന് കണ്ട് നിങ്ങളെ ഹാപ്പിയാക്കി ഞാൻ പോട്ടെ. മൈക്ക് നിങ്ങളെന്താ വെച്ചോളൂ.